നസീറെ പോലെ ഇവിടെ ചെറിയ മറിയൊക്കെ വെച്ചിട്ടായിരിക്കും വേറൊരു ക്യാരക്ടർ കാണിക്കുക, അല്ലെങ്കിൽ വെപ്പ് മുടി വെച്ചിട്ടായിരിക്കും ഒരിടത്ത് ഇങ്ങനെ പിന്നീടും ചിലയിടത്ത് അഴിച്ചിട്ട് ചിലയിടത്ത് പൊക്കി കിട്ടും, അങ്ങനെ ഓരോ ക്യാരക്ടർ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല ഹസ്ബൻഡാണ്. ജോലി ഉണ്ടായിരുന്നു ഫസ്റ്റ്, പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഉള്ള രീതിയിൽ നമുക്ക് അന്നാ ജോലി അങ്ങ് നിറച്ചു. എനിക്ക് ജോലിക്ക് പോകുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുള്ള കാര്യമല്ലായിരുന്നു, പക്ഷെ അത് എനിക്കും ഹസ്ബൻഡ് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. കുഞ്ഞായതിനു ശേഷമാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഇതിലോട്ട് വരാൻ തുടങ്ങിയത് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ്. വീട്ടിൽ മുറ്റം അടിക്കുമ്പോൾ വീടിന് അടുത്തോടെ പോകുമ്പോൾ എവിടെ ക്യാമറ വെച്ചാൽ അഭിനയിക്കുവാണോ ചോദിക്കും. മുറ്റം അങ്ങനെ അടിക്കാറൊന്നുമില്ല, കാണുമ്പോഴേ. ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മ വരെ അഭിനയിച്ചു തുടങ്ങി. ഓരോ ഇത് വരുമ്പോൾ പെട്ടെന്ന് വാ സാരി എടുത്തിട്ട് അല്ലെങ്കിൽ നൈറ്റ് ഇട്ടിട്ട് വാന്ന് പറയുമ്പോഴേക്കും ഫേമസ് ആയിട്ട് എനിക്കിപ്പോ പറ്റാത്തൊരു കാര്യം, വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും ഈ ഇടയ്ക്കും കൂടി ഞാൻ വിളിക്കാത്തൊരു കല്യാണത്തിന് പെട്ടെന്ന് പോയി കഴിച്ചിട്ട് ഓടിപ്പോകുന്നു. ഒരു സദ്യയാണ്, എനിക്ക് ഭയങ്കര സദ്യ ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ആ സമയത്തും ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്താൽ ഇതിലൊന്നും മിണ്ടോ, എന്തേലും ഒന്നും മിണ്ടോ, ഇപ്പൊ ഒന്നും മിണ്ടായിരിക്കും, ഒന്നും മിണ്ടായി തൊള്ള ഉറങ്ങായിരിക്കും എന്ന് വെച്ച് പറയും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പൊന്നു അന്ന മനു ആണ്. വെൽക്കം. യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ആയി ഡേ ടു ഡേ ഓരോ കണ്ടന്റ് ഒക്കെ ആയിട്ടാണ് പൊന്നു അന്ന മനു എന്ന് പറഞ്ഞ ചാനൽ വരുന്നത്. ആക്ച്വലി പേര് പൊന്നു അന്ന മനു റിയൽ നെയിം ആണോ, എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന് ഈ പേര് തന്നെ കൊടുത്തത്? എന്റെ റിയൽ നെയിം ആണ് പൊന്നു അന്ന മനു എന്നുള്ളത്. പൊന്നു അന്ന ഫിലിപ്പാണ്, ഹസ്ബൻഡാണ് ഇപ്പൊ മനുവിലോട്ട് വന്നത്. യൂട്യൂബ് ചാനൽ അങ്ങനെ ചാനലായിട്ട് തുടങ്ങാനൊന്നും വെച്ചതല്ലല്ലോ, ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഓൾറെഡി ടിക്ടോക്ക് ചെയ്തിരുന്ന കാലം തൊട്ടേ എൻ്റെ ഫോണിൽ കുറച്ച് സ്പേസ് കൂടുമ്പോഴേക്കും ഒന്ന് മാറ്റിയിടാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമായിട്ടാണ് ഈ യൂട്യൂബ് കണ്ടിട്ടുള്ളത്. പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കിയോ അങ്ങനെ ഇട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആയി പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചിരുന്ന ഒരു ചാനൽ. അപ്പം അന്ന് കൊടുത്തിരുന്ന പേരാണ്, അതിങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി. എന്താണെന്നറിയോ, ഒരു കോട്ടയംകാരിയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനും ഒരു കോട്ടയംകാരിയാണ്. ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി. അതല്ലേ ഈ പൊന്നു അന്ന മനു എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരു പേര് കോട്ടയം കുഞ്ഞന്നമ്മ. ആ പേര് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ പേര് എങ്ങനെ വന്നത്? അതെന്റെ വീഡിയോയിൽ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്, അമ്മച്ചി വേഷം. അപ്പൊ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കുഞ്ഞന്നാമ്മ. അപ്പൊ അതിനകത്ത് കുഞ്ഞനാമ എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയാണ്. അപ്പൊ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ സ്വഭാവവും രീതികളും ഒക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്തായാലും ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നാ കോട്ടയം കുഞ്ഞനാമ എന്ന് വിളിക്കും. ഇപ്പൊ എല്ലാവരും കാണുമ്പോഴും എല്ലാവരും കുഞ്ഞനാമ എന്നാണ് എന്നെ ഓൾറെഡി വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പേര് ഇതാണോ അല്ല പൊന്നു എന്ന് അങ്ങനെ ചോദിക്കുന്നത്. മമ്മൂക്കൊക്കെ ഇതുപോലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു പേര് കിട്ടിയ പോലെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ അല്ല, എന്നോട് അതിന് കമന്റിൽ ചോദിക്കുന്നത് കോട്ടയം കുഞ്ഞച്ചന്റെ ആരായിട്ട് വരും, ഭാഗ്യയിൽ ഒരു അമ്മായി ആയിട്ട് വരും എന്ന് പറയും. ഈ ഒരു അതായത് യൂട്യൂബ് ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഡബിൾ റോളിലും നമ്മുടെ പൊന്നു അന്ന വരാറുണ്ട്. അതായത് ഇപ്പം അമ്മയുടെ റോളും അതുപോലെ തന്നെ മകളുടെ റോളും അമ്മായിയമ്മയുടെ റോളും ഇതൊക്കെ ആയിട്ടും ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ അവിടെ സുരക്ഷിതമായിരിക്കും. അപ്പം എങ്ങനെയാ ഈ രണ്ട് റോളൊക്കെ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കും? ആദ്യം ഒരു ഇപ്പൊ പ്രായ റോളായിരിക്കും ആദ്യം ചെയ്തു വെക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർക്കുള്ള റിയാക്ഷൻസ് എല്ലാം ഇപ്പൊ അവർ ഓരോ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവരിവിടെ വരും, ഇവർ ഈ ഡയലോഗ് പറയും, ഈ ഡയലോഗിന് ഇന്ന റിയാക്ഷൻ കൊടുക്കണം. അത് ഓൾറെഡി എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ക്യാമറ വെക്കുമ്പോൾ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ അങ്ങനെ പറഞ്ഞ ഫസ്റ്റ് റോൾ എല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം രണ്ടാമത്തെ റോള് ചെയ്യും, ആളുടെ തീർന്നിട്ട് ശേഷം മൂന്നാമത്തെ റോൾ ചെയ്യും. അത് ചെയ്തിട്ടെല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കും. എന്നാൽ ഈ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇതാരെ ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാ ക്യാമറ ചെയ്യുന്നതൊക്കെ? ഈ ഒരു ലോങ് വീഡിയോയുടെ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവൻ ചെയ്യും. പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാമറ എൻ്റെ ഫ്രണ്ട് തന്നെ ക്യാമറയിൽ ചെയ്യും. എത്ര നേരമൊക്കെ എടുക്കും ഒരു കണ്ടന്റിന് വേണ്ടി, ഷൂട്ടിങ്ങിനും കാര്യത്തിനും ഒക്കെ? ഒരു 1 ഡേ ഫുൾ, ഒരു 10 മണിക്ക് തുടങ്ങിയ ഒരു 5 മണി 6 മണി വരെയൊക്കെ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇത് വേണ്ടി തന്നെ. അപ്പൊ കണ്ടന്റിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ തന്നെ ഓരോ ദിവസം ഓരോ കണ്ടന്റുകളായിരിക്കും. അപ്പം അതും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും, ചിലപ്പോൾ ഹ്യൂമർ ആയിട്ട് പറയുന്നത്. ഓരോ ദിവസം നമ്മൾ എന്നും ഓരോരോ കണ്ടന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ ആരാ ശരിക്കും ഈ കണ്ടന്റ് എഴുതുന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ ആരാ? കണ്ടന്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു മേഖലയാണെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും, എന്താണ് അഭിപ്രായം,
അത് ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഇങ്ങനെ ചോദിക്കും, ഇന്നൊരു ഇത് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കും. ഇപ്പം വീട്ടിലെല്ലാവരും ഹെൽപ്പ് ചെയ്യും. കണ്ടന്റ് ഇപ്പം എല്ലാവരും കണ്ടന്റ് പറച്ചിലുകാരാണ്. നമുക്ക് ഇതിങ്ങ് ചെയ്താലോ അല്ലെങ്കിൽ അതിങ്ങ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം ഭയങ്കര ഇതാണ്. അല്ലാതെ തന്നെ എനിക്ക് കുറെ മെസ്സേജ് വരും, ചേച്ചി ഇന്നതിനെ കുറിച്ചൊന്നും ചെയ്യാവോ, ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാ, അവരെ ഒന്ന് കാണിക്കണം, അങ്ങനെ പറയാതെ പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറെ പേര് അവരവരുടെ ലൈഫ് തന്നെ വരും. ശരിക്കും ഒരു കഥയല്ല ജീവിതം പോലെയാണ് എൻ്റെ കമന്റ് ബോക്സ്. അവരുടെ കഥ ഫുൾ ഞാനിരുന്ന് കേൾക്കും, അത് വെച്ച് ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കും. അതാണ് ആൾക്കാർ പറയുന്നത് വെച്ചോ കണ്ടന്റ് ഉണ്ടാക്കും. ചെറുപ്പത്തിലോട്ട് ഈ ആക്ടിങ് അല്ലെങ്കിൽ ഇപ്പൊ എഴുത്തിന്റെ കാര്യം പറഞ്ഞ കണ്ടന്റിന്റെ കാര്യമൊക്കെ ചെയ്യുന്നത് ചെറുപ്പത്തിലോട്ട് ഇതൊക്കെ ആയിരുന്നോ ആഗ്രഹം ഉണ്ടായിരുന്നത്? ആക്ടിങ് അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. കാര്യം ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകണം എന്നാണ്. അഭിനയം എന്താ അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അഭിനയിച്ചിട്ടുമില്ല. സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഡാൻസ് ചെയ്യുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിനുശേഷം എനിക്ക് 4-5 വർഷം ആയതേ ഉള്ളൂ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും, അതായത് ഫസ്റ്റ് വീഡിയോ ഇടുമല്ലോ നമ്മൾ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരുന്നു തോട്ട് ഉണ്ടായിരുന്നത്? ടിക്ടോക്ക് എന്നാണ് ആദ്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പും വീഡിയോ ചെയ്യുമായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഇടും, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഫേസ്ബുക്കിലൊക്കെ ഇടുമായിരുന്നു. പക്ഷെ അത് നമ്മളുടെ ആ ഒരു ഫോളോ ചെയ്യുന്നവർ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഫ്രണ്ട്സ് കാണുന്നു, പിള്ളേർ എന്നെ പൊന്നമ്മയെന്നാട്ടോ വിളിക്കണം. അപ്പോൾ ഒരു പൊന്നമ്മ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് കമൻറ്റ് വരിക, അത് അതിൽ തന്നെ നിൽക്കുന്ന ഒരിതായിരുന്നു. പിന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞത് ഒരു മ്യൂസിക്കലിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ടിക്ടോക്കിലോട്ട് മാറുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇത്രയും വേറെ പ്ലാറ്റ്ഫോമിലോട്ട് ഷെയർ ചെയ്ത് പോയി വൈറലാവും അങ്ങനെയൊന്നുമല്ല. നമ്മളിടുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്നവർ കാണുന്നു, കമൻറ്റ് ഇടുന്നു, ആ ഒരു രീതിയിലാണ് എപ്പോഴും പൊക്കോണ്ടിരുന്നത്. പിന്നെ അങ്ങനെ വീട്ടിലാണെങ്കിലും ആർക്കും അറിയത്തില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ വൈകിട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ ആണെന്ന് പറഞ്ഞ ആളെ കാണിച്ചു കൊടുക്കും. അത് അപ്പം തന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതപ്പം ഞാൻ ഷെയർ ചെയ്യും. അതിൽ കുറച്ച് കമൻറ്റ് വരും. പിന്നെ അങ്ങനെ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് അത് വൈറലായത്. ഇങ്ങനെ ഒരുപാട് പേജുകളിലോട്ട് പോയി ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോഴാണ് വീട്ടിൽ മനസ്സിലായി ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നു കേട്ടോ, അങ്ങനെയൊക്കെ. അതാണ്. അപ്പോൾ എന്നും അന്നത്തെ വീഡിയോ ചെയ്യുമായിരുന്നു. ടിക്ടോക്ക് ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. നമുക്കൊരു പാട്ട് എടുക്കുമ്പോൾ പിന്നെ കണ്ടന്റും അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നല്ല കണ്ടന്റ് കൊടുക്കണ്ടേ, അപ്പം അതിനുവേണ്ടി കുറച്ച് സമയം. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ് ഇപ്പോൾ. റെസ്പോൺസിബിലിറ്റി കൂടിയ പോലെ തന്നെ ആൾക്കാരുടെ എണ്ണവും ചാനലിൽ കൂടി വരണം ഓരോ ദിവസം. ഓരോ കണ്ടന്റ് വരുമ്പോഴത്തേനും ആക്ച്വലി ഫാമിലിയിലുള്ളവർ തന്നെയാണോ കൂടെ അഭിനയിക്കുന്നത്? ഇപ്പൊ അങ്ങനെയാണ്. നേരത്തെ അതാണ്, കുറേ റോള് ചെയ്തോണ്ടിരിക്കുമ്പോഴും ആളില്ല. ചിലവർ പറയും ഭയങ്കര ബോറായിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ചില വ്യത്യാസമില്ല. ചില ഇവിടെ ഇങ്ങനെ നസീറ പോലെ ഇവിടെയൊക്കെ ചെറിയ മറിയൊക്കെ വെച്ചിട്ടായിരിക്കും വേറൊരു ക്യാരക്ടർ കാണിക്കുക, അല്ലെങ്കിൽ മുടി വെച്ചിട്ടായിരിക്കും ഒരിടത്ത് ഇങ്ങനെ പിന്നീടും ചിലയിടത്ത് അഴിച്ചിട്ട് ചിലയിടത്ത് പൊക്കിക്കിട്ട്, അങ്ങനെ ഓരോ ക്യാരക്ടർ. ചിലവർ പറയും, മിക്കവരും പറയുന്നത് അത് വേറൊരു ക്യാരക്ടറായിട്ട് വേറൊരാളായിട്ട് തോന്നാറുണ്ടെന്ന്. പക്ഷെ കുറച്ച് പേര് പറയില്ല, ഇതിങ്ങനെ ഭയങ്കര ബോറാണ് ഒരാൾ തന്നെ പല റോള് ചെയ്യുമ്പോൾ എന്ന് പറയും. ഇപ്പം എനിക്ക് ചെയ്യാനായിട്ട് എല്ലാത്തിലും റോള് ചെയ്യാൻ ആളുകളുണ്ട്. വീട്ടിൽ തന്നെയുള്ളവരാണ്, വീടിനടുത്തുള്ളവരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ചോദിച്ചു വരുന്നവർ ഇങ്ങനെ റോള് ചെയ്യാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു വരുന്നവരുണ്ട്. അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അവസരം കൊടുക്കുന്ന ഒരാളാണ്. എന്റെ വീഡിയോയിൽ വരുന്ന ഒരാൾ പോലും മിണ്ടാതെ നിൽക്കരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ റോള്. പക്ഷെ അതും ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു പാസിങ് ഷോട്ട് ആയിരിക്കും, അത് കണ്ടിട്ട് വരെ ആളുകളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയും, എന്നെ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു കുഞ്ഞിനാമ്മയുടെ ചാനലിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വീഡിയോ ഔട്ട് ഇറങ്ങുന്നതിനേക്കാൾ സന്തോഷമാണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്ത് മാത്രം അറിയുന്നവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ എൻ്റെ ചാനലിലൂടെ കണ്ടല്ലോ, അവരോട് കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടാത്തവർ വരെ വന്ന് മിണ്ടുന്നെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അതുപോലെ ഇപ്പോൾ കണ്ടന്റ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും റിയൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണോ കണ്ടന്റ് ചെയ്തു തുടങ്ങിയത്, അല്ലെങ്കിൽ കണ്ടിട്ട് പരിചയമുള്ളവരുടെ കഥകളായിരുന്നോ? ഇപ്പം ഓരോ ഇൻസിഡന്റ് ഉണ്ടല്ലോ വീട്ടിലുണ്ടാവുന്ന. ഇപ്പം റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതും ഒരു കല്യാണം വിളിക്കാൻ പോകുന്നൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ കാര്യമാണോ എന്നൊക്കെ ഉണ്ടായിരിക്കണം എന്നെങ്കിൽ അത് ഒരാളോട് പറയുമ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകളായിരുന്നു. ഫസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ഒരു അമ്മ മകൻ്റെ അടുത്ത് പറയുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം എന്നുള്ളതായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് ഹസ്ബൻഡ് കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മകന് ഇങ്ങനെ ബൈക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും മനുഷ്യ പറഞ്ഞു, ഓക്കെ അത് പിള്ളേരല്ലേ, +2 കഴിഞ്ഞാൽ അവരെ ആണുങ്ങൾ പറയുന്ന ഒരു കാര്യമാണല്ലോ ബൈക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ചേച്ചി അത് മേടിച്ചു കൊടുത്തു. അത്
വേണ്ടാന്ന് വെക്കണ്ട, പക്ഷെ എവിടെ പോയാലും ഹെൽമെറ്റ് വെക്കണം എന്ന് ചേച്ചി അങ്ങനെ കുറച്ച് ഇമോഷണലി അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതാ അപ്പൊ എന്നോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെയെങ്കിലും ഉള്ളതാണോ അല്ലെ സിനിമയിലുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ അല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തത്തിന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ വരുന്നത്. അതപ്പം തന്നെ കുറെ പേര് അത് ഏറ്റെടുത്ത് കുറെ വൈറലായി. അയ്യോ എൻ്റെ അമ്മ ഇമോഷണലി ഭയങ്കര ഇതായി. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു റിയൽ ലൈഫല്ല ഒരു കണ്ടന്റ് ചെയ്തു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ചുറ്റുവട്ടം നോക്കി ഒത്തിരി ക്യാരക്ടർ നമ്മൾ കാണാം, എല്ലാവരെയും ക്യാരക്ടർ ആക്കിയ. പിന്നെ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി എങ്ങനെയായിരിക്കും ഒരു ക്യാരക്ടർ വരുന്നത്, കുറെയൊക്കെ അതിനകത്ത് എങ്ങനെ കോമഡി വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. എന്നാലൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. കാരണം ഡയലോഗ്സ് ആയിട്ട് അത് എഴുതണം. അതിനുശേഷം ഇപ്പം നിങ്ങളുടെ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ നമുക്കായിട്ട് ഇടും. കാരണം എത്ര എഫേർട്ട് ഇടുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവും. കാരണം ഡയലോഗ് പറയുമ്പോൾ ചിലപ്പം അമ്മ ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിപ്പോൾ ഈ വർഷം തൊട്ടാണ് ഞാനത് തുടങ്ങിയത്. കുറച്ചുകൂടെ ആളുകളോട് മനസ്സിലാവട്ടെ, നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ബിഹൈൻഡ് ദ സീൻ ഇടുക. പിന്നെ ഇപ്പം ആളുകൾ കൂടിയപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന തമാശകളും ചിരി അതൊക്കെ അത് കാണാനും ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതും കുറഞ്ഞു പോയെന്നാ പറയുന്നത്. നമ്മള് മനഃപൂർവ്വം ഇടുന്നല്ല, അവരുടെ ഇതിൽ ഒരു തമാശകൾ ഇട്ട് വരുന്നതാണ്. അപ്പൊ അതും കാണാൻ ആളുകളുണ്ട്. അത് കുറഞ്ഞു പോയെന്നല്ലേ? അതെ അതെ. ഹസ്ബൻഡിനെ വീഡിയോസിൽ അതായത് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നൊക്കെ ഫ്രണ്ട്സ് ആണോ അതോ ഹസ്ബൻഡ് റിയൽ? അതെ, ഫ്രണ്ട്സ് ആണ്. ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും അവർക്കും ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും ഓടിയെത്തും. അവരെ എല്ലാവരെയും മാറി മാറി എനിക്ക് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല ഹസ്ബൻഡാണ്. അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതല്ലേ, അതല്ല എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ വേറെ വീഡിയോയിൽ വേറെ ഓക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതാണല്ലേ. പിന്നെ ലാസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും, എൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇടും. അങ്ങനെ ഫാമിലി അങ്ങനെ എപ്പോഴും അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും വെച്ചിട്ട് തന്നെയാണ് കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ ഫാമിലിയിലുള്ള എല്ലാരും ഞാൻ കണ്ടന്റ് ആക്കാം. അതെ അതെ. ഫാമിലിയിൽ ശരിക്കും ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്, പിന്നെ പപ്പ അമ്മ. ഒറ്റ മോനാണ്. മക്കള് എത്രയിലൊക്കെയാണ്? ഒരാള് 2ാം ക്ലാസ്സിൽ, ഒരാൾക്ക് 4 വയസ്സാവുന്നു. ഡേ കെയറിലൊക്കെ പോവാ. അവര് വീഡിയോസിന്റെ പാർട്ട് ആയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ആ കണ്ടന്റിൽ ഒരു കൊച്ചിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ മാത്രം, അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ എന്നാ ഇരിക്കട്ടെ ഒരു ക്യാരക്ടർ അങ്ങനെയില്ല. ഇപ്പൊ ഒരു കുഞ്ഞുള്ള ഒരമ്മയുടെ സ്ട്രഗ്ലിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ കൊച്ചിനെ ഉണ്ടാവും. പിന്നെ തീരെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ പാവയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള പിള്ളേരെ നമുക്ക് അഭിനയിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ പൊന്നൂനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡബിൾ റോള് എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് നമുക്ക് അറിയാനൊരു എക്സൈറ്റ്മെന്റ്. അപ്പം ഞാനൊരു സിറ്റുവേഷൻ തരാം, അതൊന്ന് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കണം. എനിക്കൊന്ന് കുഞ്ഞന്നമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു പ്രായമുള്ള ഒരാളുടെയാണ് ചെയ്തത്. അപ്പം നമുക്കൊരു അമ്മായിയമ്മ മരുമോള്, ഒരു വീട്ടിൽ നടക്കുന്ന ആ ഒരു കുശുംബത്തരവും അങ്ങനെയുള്ളൊരു അമ്മായിയമ്മ മരുമോളൊന്ന് ലൈവായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അമ്മ, എൻ്റെ മോള് അനുവിനെ കാണാൻ വരുന്ന ഒരു ഫ്രണ്ടായിട്ട് ആതിര. അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അധികം വീട്ടിൽ വരുന്നതോ എല്ലാം സംശയമായിട്ട് കാണുന്ന ഒരു അമ്മയാണ്, എല്ലാത്തിനും ചൊറിയുന്ന ഒരു അമ്മ. ഓക്കെ. എന്നാൽ എൻ്റെ മോള് എപ്പോഴും നിർബന്ധിക്കാറുണ്ട്, ആതിര മോളെ വീട്ടിൽ വാ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ആവട്ടെ പിന്നെ ആവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നിരിക്കുകയാണ്, അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, വരട്ടെ. ഹായ് ആന്റി. ഹായ്, ഞാൻ ആതിര. അനു പറയാറില്ലേ, അനുവിന്റെ ഫ്രണ്ടാ. അത് കൊച്ചാണോ? അമ്മ എപ്പോഴും എന്നെ അന്വേഷിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ അതെ, ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എവിടെ വീട്? എവിടെ? കോട്ടയത്താ. കോട്ടയത്ത് പൊൻകുന്നം പാലയൊക്കെ അറിയോ? അവിടെ. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുക അല്ലേ? അതെ അതെ. ഇവള് ഇടയ്ക്ക് വേറെ ഫുഡ് കൊടുത്തോണ്ട് പോകും. അത് കൊച്ചിന് തന്നെയാണോ കിട്ടുന്നത്? കിട്ടാറുണ്ട് ആന്റി, നന്നായിട്ട് ആന്റി ഉണ്ടാക്കാറുണ്ടല്ലോ. നല്ല എല്ലും കപ്പയും മീൻകറിയൊക്കെ കിട്ടാറുണ്ട്. അനു എന്തി അമ്മ? ഇവളിവിടെ ഉണ്ട്. വീട്ടിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? അച്ഛനും അമ്മയുണ്ട്, ചേച്ചി അനിയത്തിയുണ്ട്. അതിന് ഈ കോളേജിൽ വന്ന് പഠിക്കാൻ കാര്യം? ഇതാകുമ്പോ കുറച്ച് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് മാറിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ. ഇവളിവിടെ കിടന്ന് ചാടുന്നുണ്ടേ, പോയി ഹോസ്റ്റലിൽ നിൽക്കണം അങ്ങനെ നിൽക്കണം എന്നൊക്കെ. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ കാണാനിരിക്കുവായിരുന്നു. നല്ലതല്ലേ അമ്മ, ഒരു ഫ്രീഡം ഒക്കെ കിട്ടത്തില്ല. എന്ത് ഫ്രീഡം? അമ്മ അപ്പൻ്റെ അടുത്ത് നിന്ന് മാറി എന്ത് ഫ്രീഡം നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഒന്നാമതെ പെണ്ണുങ്ങളാ ഈ പ്രായത്തിലൊക്കെ ഓരോന്നൊക്കെ വരുത്തി വെച്ചാൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? അതൊക്കെ അമ്മയുടെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ അല്ലേ എല്ലാരും. ഈ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവളുടെ ക്യാരക്ടർ മാറി. എനിക്കിപ്പോ മനസ്സിലായി എങ്ങനെ ക്യാരക്ടർ മാറി. അനുവിന്റെ ക്യാരക്ടറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല വ്യത്യാസമുണ്ട്. ഞാനാണോ അവളെ വളർത്തിയത്? അവളൊന്ന് ഇച്ചിരി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം മനസ്സിലാവും. അനു എന്തി അമ്മ?
അവളുണ്ട്, ഞാൻ വിളിക്കാം. ആ. എന്നിട്ട് വേറെ എന്നൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ അനുവിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്കൊക്കെ പോവാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വന്നതായിരുന്നു. സിനിമ ഞാൻ ഇന്ന് അവളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതാ. അനു പറഞ്ഞായിരുന്നു വരാമെന്ന്. ഇല്ലില്ല, അങ്ങനെ സിനിമയ്ക്കൊന്നും വിടാൻ ഞാൻ നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിലോട്ട് പോകണം. ഇന്ന് പള്ളിയിൽ അച്ഛൻ ഇന്ന് അവളുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചേക്കുക. സിനിമയെ കാണിച്ച് അങ്ങനെ വഷളായി നടക്കേണ്ട. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾ എന്നെ ഇത്രമാത്രം മാറാനുള്ള കാര്യമെന്ന്. ഇങ്ങനെയുള്ള ചീത്തക്കൂട്ടുകെട്ടിലോട്ടൊന്നും മോള് അങ്ങനെ പോകരുത്. ഇപ്പം മോളെ എത്ര കഷ്ടപ്പെട്ട അപ്പനും അമ്മയും മോളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്നറിയോ? ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാവോ? ഞങ്ങൾ അങ്ങനെയൊന്നും പോവാറില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കൂടി സിനിമയ്ക്കൊക്കെ പോകുന്നത് നല്ലതല്ലേ അമ്മ? ഇന്നത്തെ ഒരു കാലമല്ലേ. സിനിമയൊക്കെ ഞാൻ ഇവിടുത്തെ അപ്പ കൊച്ചിനെ എന്നെ സിനിമകളിലും കൊണ്ടാ കാണിക്കും. എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറൊരു വൈബല്ലേ അമ്മ? അതിന്റെ കാര്യം. വീട്ടുകാരുടെ ഒക്കെ പോകുന്നത് അവരോടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേണ്ട, അത് ഒത്തിരി പൈസ അത് വെറുതെ. ഇപ്പൊ എനിക്കോ ഒന്നാമത് ജോലിയില്ല. അപ്പായടുത്ത് നിന്ന് അവൾ എപ്പോഴും ഇത് ചോദ്യം, എന്ത് ഇതുപോലെ കറങ്ങാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ കാണാനിരിക്കുമായിരുന്നു ആതിരേനെ. മതിയോ? ഗംഭീരമായിട്ട് മാറിയതാണ്. അല്ലെങ്കിൽ അമ്മയും കൂടി മോളും കൂടി വരണോ? വരട്ടെ, മോളായിട്ട് വരട്ടെ. എടി നീയാണോ ഭയങ്കര അമ്മ എല്ലാം പറഞ്ഞായിരുന്നു? അമ്മേ ഇല്ലല്ലോ. നിനക്കല്ലായിരുന്നു നിർബന്ധം ഇവിടെ വരണം, എൻ്റെ അമ്മയെ കാണണം, അമ്മയുടെ പുട്ടും കടലയും എന്താ എല്ലും കപ്പയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം. എൻ്റെ അമ്മേനെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാ ശരി അമ്മ പൊക്കോട്ടേകള്. ഗംഭീരമായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ആ ക്യാരക്ടേഴ്സിലേക്ക് മാറുന്നതോ. ഞാൻ കുറേ സമയമൊക്കെ ചിരിക്കുമായിരുന്നു ശരിക്കും ക്യാരക്ടറൊക്കെ മാറിയിട്ട്. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്കൊക്കെ വരണമെങ്കിലും അതിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ പൊന്നു കടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹൗസ് വൈഫിൽ നിന്ന് മാറി ഈ ഒരു ആക്ടിങ് ഫീൽഡും കൂടെ സ്വയം തിരഞ്ഞെടുത്തു. അപ്പം അതിലുണ്ടായിരുന്ന ഒരു സ്ട്രഗിൾസ് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ജോലി ഉണ്ടായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് പിന്നെ വീട്ടിലെ അമ്മ ജോലിയുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മ എല്ലാവരും ജോലിയുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഉള്ള രീതിയിൽ നമുക്ക് എന്നാൽ ജോലി അങ്ങ് ശരിക്കും ജോലിക്ക് പോകുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ അത് എനിക്കും ഹസ്ബൻഡ് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും തുടങ്ങിയ ഒരു ഇതാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ആവുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. നമ്മളുടെ ഒരു ഇഷ്ടം. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ലൈഫിൽ നമ്മൾ എല്ലാവരും വിചാരിക്കാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി ചെയ്ത, പിന്നെ ഒരു വിവാഹം കഴിഞ്ഞു ആ ഒരു കുട്ടികളെ നോക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യം, അങ്ങനെ ഒരു ഒതുങ്ങിപ്പോകുന്നതാണല്ലോ കണ്ടത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഇതിലോട്ട് വരാൻ തുടങ്ങിയത് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ്. അപ്പോൾ എനിക്കല്ലാതെ മെസ്സേജ് വരുമ്പോഴും ചോദിക്കും, ഞാൻ മൊത്തത്തിൽ ഡൗൺ ആണ് ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും കുറേ പേര് സ്ട്രഗിളിങ് ഉള്ളത് അവർ എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാത്തത് കൊണ്ടാണ്. കുറേ പേരുടെ ഇത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരെന്താ ജസ്റ്റ് പറയുക എനിക്ക് ജോലിയില്ല അതുകൊണ്ടാണ് എന്നെ ഇട്ട് തട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ല അതുകൊണ്ടാണ് ഒരുപാട് ഇട്ട് തട്ടുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ചേച്ചി എങ്ങനെ വന്നു, ഇതിപ്പോൾ എന്നെ ഇട്ട് വീട്ടിലിട്ട് തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. കുറേ പേര് സ്ട്രഗിളിങ് തുടങ്ങുന്നത് നമുക്ക് നേരെ നിൽക്കാനായിട്ടൊരു ഇത് വേണം എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ ടിക്ടോക്ക് തുടങ്ങി അതിൽ വരുമാനങ്ങളോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് കുറേ വീഡിയോസ് എല്ലാം പോയി വൈറലായി. പിന്നെ ഒരു സമയത്ത് ടിക്ടോക്ക് നിന്നു, പിന്നെയും വീഡിയോ തുടരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലോട്ട് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ പിന്നെ അന്ന് വന്നപ്പോഴേക്കും ഒരു വീഡിയോ കയറി ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടായിരുന്നു വൈറലായത്. വേറൊരു രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോഴിക്കോട് ഒരു കുഞ്ഞിൻ്റെ കൊച്ചിനെ കൊന്ന അമ്മ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോഴേക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം പോയത് ഞാനാണ് ആ ക്യാരക്ടർ. അമ്മ ശരിക്കുമുള്ള അമ്മ വന്ന് കുറ്റസമ്മതം നടത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിലോട്ട് പേജ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും എൻ്റെ കണ്ടന്റ് എൻ്റെ പേജിലൂടെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ. പക്ഷെ അതൊന്നും ഇത്ര ഇങ്ങനെ ഇതാവുന്നല്ല. നമ്മളുടെ കഴിവ്, എൻ്റെ കഴിവ് മറ്റുള്ളവർ കാണണം. എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് കുറെ കോമഡി ആയിട്ട് അവതരിപ്പിക്കണം, ഇമോഷണലി അല്ലാതെ. എല്ലാവരും പറയുമ്പോൾ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര റിലാക്സ് ആണെന്ന് പറയുമ്പോൾ അവരൊന്ന് ചിരിപ്പിക്കുക. അത് പല ക്യാരക്ടറിലൂടെ പോവുക, പല സിറ്റുവേഷനിലൂടെ പോവുക എന്ന് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയി പോകുന്നതാണ്. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അതാണ് ഈ ചിരിക്ക് പിന്നിൽ എന്ന് അറിയാം. എങ്ങനെയായിരുന്നു ഈ യൂട്യൂബിലേക്ക് വന്നപ്പം ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ട്? മുമ്പ് ഞാൻ ക്യാമറ ചെയ്ത എല്ലാം ഒറ്റയ്ക്കായിരുന്നു.
സെൽഫി ക്യാമറ അല്ലെങ്കിൽ ബുക്കുകൾ അടുക്കി വെച്ച് കപ്പ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഫോൺ വെച്ച് എല്ലാം. പക്ഷെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഒറ്റ സ്ട്രെച്ചിലല്ല വീഡിയോ ചെയ്യുന്നത്, എല്ലാത്തിനും കട്ട് ഷോട്ടുകളുണ്ട്. അവിടുന്ന് ഇവിടുന്ന് മിഡ് ലോങ് ഹൈപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി. അതെല്ലാം പഠിപ്പിച്ചതെന്നല്ല, നമ്മള് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നോർമലി ഞാൻ സിനിമ കണ്ടുപോകും, കരയുന്ന സീനിൽ കരയും, ചിരിക്കുന്നിടത്ത് ചിരിക്കും, അങ്ങനെ അല്ലാതെ സിനിമ കാണാൻ പഠിപ്പിച്ചപ്പോഴേക്കും ഇതിങ്ങനെ ഒറ്റ ഷോട്ട് ഇതാണ്, ഇത് ലോങ് ഷോട്ട്, ഇത് മിഡ് ഷോട്ട്, അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഇങ്ങനെ നമ്മൾ സിനിമ കാണാതിരിക്കുമ്പോൾ തൊട്ടോ ഇതെന്താ ഇപ്പൊ തുടങ്ങും ആൾക്ക് സിനിമ തുടങ്ങുന്നതിന്റെ എന്താ ശ്വാസകോശം സ്പൂഞ്ച് പോലുള്ളതാണ്, അവിടെ തൊട്ട് കണ്ട അത്രയും സന്തോഷം. അങ്ങനെ നമ്മൾ പകുതി വെച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഇതെന്താ അപ്പുറം ഇരിക്കുന്ന ആളോട് ചോദിച്ചാൽ പോരെ, അല്ല ആൾക്ക് ആ ഒരു പേര് എഴുതി തൊട്ട് കാണിക്കുന്ന അതിന്റെ പുറകില് വർക്ക് ചെയ്തവർ, അന്നൊന്നും എനിക്ക് അറിയത്തില്ല പുറകിൽ ഇത്രയും പണി ചെയ്തവരുണ്ട്. പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇത്രയും കഷ്ടപ്പാട്ടിലാണോ, അതിൽ തൊട്ട് ഞാൻ ഈ സിനിമ കട്ട് കാണുന്നില്ലേ, എന്തെങ്കിലും ലിങ്ക് ഒക്കെ അയച്ചു, അതോടെ ഞാൻ നിർത്തി. അത്ര ആളുകളുടെ സ്ട്രഗിളിങ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കാണരുത് എന്നുള്ള, കാശ് മുടക്കി തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത്, അല്ലെ OTT വരുമ്പോ പൈസ മുടക്കി എന്ന് പറഞ്ഞാൽ അത്രയും ഇതുണ്ട്. നമ്മൾ ഒരു 2-3 സ്ഥലത്ത് ചെറിയ റോളിലൊന്ന് ഒരു മിന്നായം പോലെ പോകുന്ന സീനിൽ വരെ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ചുറ്റുവട്ടം കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ സ്ട്രഗിളിങ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹസ്ബൻഡ് അന്ന് തൊട്ടേ എന്നോട് ഇത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ അത് എന്റെ വീഡിയോയിലും ഞാനത് കാണിച്ചു തുടങ്ങി, എന്റെ ഷോട്ടുകളിലെല്ലാം ചെയ്ത്. അപ്പൊ അത് വലിയൊരു സിനിമയായിട്ട് കാണാനും വേറൊരു രീതിയിൽ കാണാനും പഠിപ്പിച്ചത് ഹസ്ബൻഡാണ്. പക്ഷെ എന്റെ കൂടെ അഭിനയിക്കാനൊന്നും അധികം വരില്ല. പക്ഷെ ഈ ഇടയ്ക്ക് പറഞ്ഞാൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അഭിനയിച്ചിട്ടില്ല, ചെറിയ റോളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ മുഴുനീളം ഒരു ഹസ്ബൻഡിന്റെ നേരത്തെയൊക്കെ വോയിസാ തന്നോണ്ടത്. ഇപ്പൊ ഞാൻ പറയാൻ ഇപ്പൊ വോയിസ് ഒന്നും എനിക്ക് വേണ്ട, അതിന് പകരം എനിക്ക് ആളുണ്ട് എന്ന് പറയാനുള്ള, ചെയ്യാനായിട്ട് ആളുണ്ട് എന്ന് പറയും.